എസെക്കിയേൽ അധ്യായം 44. വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു. അത് അടച്ചിരുന്നു. കർത്താവിനോട് അരുളി ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും, അത് തുറക്കപ്പെടുകയില്ല, ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം. അവൻ പടിപ്പുരയുടെ പൂമുഖത്തിൻ്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം, ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക. ധിക്കാരികളുടെ ആ ഭവനത്തോട്, ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിന്റെ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കുക. എനിക്ക് ഭക്ഷണമായി മേധസ്സും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ. എല്ലാവിധ മ്ലേച്ഛതകൾക്കുമുപരി നിങ്ങൾ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല. എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്. ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പിറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും. ദേവാലയത്തിൻ്റെ പടിപ്പുര കാവൽക്കാരായും ദേവാലയത്തിൻ്റെ പരിചാരകരായും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലിക്കും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം. അവർ ജനത്തിന് സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ്. അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത്. തങ്ങളുടെ മ്ലേച്ഛതകൾ നിമിത്തം അവർ അപമാനം സഹിക്കണം. എന്നാലും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ മറ്റെല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും. ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം. മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുമ്പിൽ നിൽക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം. അകത്തെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത്. അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ട് ഉള്ളതായിരിക്കണം. വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത്. അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വയ്ക്കണം. തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം. അവർ തല മുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക്കുകയോ മാത്രമേ ചെയ്യാവൂ. അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടിച്ചിരിക്കരുത്. അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ വിവാഹം ചെയ്യരുത്.
ഇസ്രായേൽ ഭവനത്തിലെ കന്യകയെയോ പുരോഹിതൻ്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം ചെയ്യാം. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം. എൻ്റെ വിധികളനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത്. നിശ്ചിത തിരുനാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാബത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം. മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത്. എന്നാൽ പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ, അവിവാഹിതയായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം. അശുദ്ധനായ ശേഷം അവൻ 7 ദിവസം കാത്തിരിക്കട്ടെ. അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാര ബലി അർപ്പിക്കണം. അവർക്ക് പൈതൃകാവകാശം ഒന്നും ഉണ്ടായിരിക്കരുത്. ഞാനാണ് അവരുടെ അവകാശം. നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത്. ഞാനാണ് അവരുടെ സമ്പത്ത്. ധാന്യബലി, പാപപരിഹാരബലി, പ്രായശ്ചിത്തബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം. ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള ആദ്യഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ്. നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതർക്ക് കൊടുക്കണം. താനേ ചത്തതോ പിച്ചി ചീന്തപ്പെട്ടതോ ആയ പക്ഷിയെയോ മൃഗത്തെയോ പുരോഹിതൻ ഭക്ഷിക്കരുത്. Chapter 44. Then he brought me back to the outer gate of the sanctuary facing the east, but it was closed. He said to me, "This gate is to remain closed. It is not to be opened for anyone to enter by it. Since the Lord, the God of Israel, has entered by it, it shall remain closed. Only the prince may sit down in it to eat his meal in the presence of the Lord. He must enter by way of the vestibule of the gate and leave by the same way." Then he brought me by way of the north gate to the facade of the temple. And when I looked, I saw the glory of the Lord filling the Lord's temple, and I fell prone. Then he said to me, "Son of man, pay strict attention, look carefully, and listen intently to all that I will tell you about the statutes and laws of the Lord's temple. Be attentive in regard to those who are to be admitted to the temple, and all those who are to be excluded from the sanctuary. Say to that rebellious house, the house of Israel, Thus says the Lord God, Enough of all these abominations of yours, O house of Israel. You have admitted foreigners, uncircumcised both in heart and flesh, to my sanctuary, to profane it when you offered me food, fat, and blood. Thus you have broken my covenant by all your abominations. Instead of caring for the service of my temple, you have appointed such as these to serve me in my sanctuary in your stead. Thus says the Lord God, No foreigners, uncircumcised in heart and in flesh, shall ever enter my sanctuary, none of the foreigners who live among the Israelites. But as for the Levites who departed from me when Israel strayed from me to pursue their idols, they shall bear the consequences of their sin. They shall serve in my sanctuary as gatekeepers and temple servants. They shall slaughter the holocausts and the sacrifices for the people, and they shall stand before the people to minister for them. Because they used to minister for them before their idols, and became an occasion of sin to the house of Israel, therefore I have sworn an oath against them, says the Lord God. They shall bear the consequences of their sin. They shall no longer draw near me to serve as my priests, nor shall they touch any of my sacred things or the most sacred things. Thus they shall bear their disgrace because of all their abominable deeds. But I will set them to the service of the temple for all its work and for everything that is to be done in it. As for the Levitical priests, however,
The Zadokites, who cared for my sanctuary when the Israelites strayed from me, they shall draw near me to minister to me, and they shall stand before me to offer me fat and blood, says the Lord God. It is they who shall enter my sanctuary, they who shall approach my table to minister to me, and they who shall carry out my service. Whenever they enter the gates of the inner court, they shall wear linen garments. They shall not put on anything woolen when they minister at the gates of the inner court or within the temple. They shall have linen turbans on their heads and linen drawers on their loins. They shall not gird themselves with anything that causes sweat. When they are to go out to the people in the outer court, they shall take off the garments in which they ministered, and leave them in the chambers of the sanctuary, putting on other garments. Thus they will not transmit holiness to the people with their garments. They shall not shave their heads, nor let their hair hang loose, but they shall keep their hair carefully trimmed. No priest shall drink wine when he is to enter the inner court. They shall not take for their wives either widows or divorced women, but only virgins of the race of Israel. However, they may marry women who are the widows of priests. They shall teach my people to distinguish between the sacred and the profane, and make known to them the difference between the clean and the unclean. In capital cases they shall stand as judges, judging them according to my decrees. They shall observe my laws and statutes on all my festivals, and keep my Sabbaths holy. They shall not make themselves unclean by coming near any dead person, unless it be their father, mother, son, daughter, brother, or maiden sister. For these they may make themselves unclean. After a priest has been cleansed, he must wait an additional 7 days. And on the day he enters the inner court to minister in the sanctuary, he shall present his sin offering, says the Lord God. They shall have no inheritance, for I am their inheritance. You shall give them no property in Israel, for I am their property. They shall eat the cereal offering, the sin offering, and the guilt offering. Whatever is under the ban in Israel shall be theirs. All the choicest first fruits of every kind, and all the best of your offerings of every kind, shall belong to the priests. Likewise the best of your dough you shall give to the priests, to bring a blessing down upon your house. The priest shall not eat anything, whether flesh or fowl, that has died of itself, or has been killed by wild beasts.